ഹായ് ഗായ്സ്, ദിസ് ഇസ് പിസ്സ. സോ നമ്മളെ പെരുന്നാൾ വ്ളോഗാണ്. ആക്ച്വലി നമ്മൾ കുറച്ച് മുന്നേ തുടങ്ങേണ്ട വീഡിയോ ആയിരുന്നു, ബട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടൊന്ന് റിലാക്സ് ആയിട്ടാണ് വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചത്. ആൻഡ് നമ്മളെ മൈലാഞ്ചി ഞാൻ ഭയങ്കര സിമ്പിളായി എടുത്തോണ്ട് സിമ്പിളായേ ചോദിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ പറയാം, കാരണം മൈലാഞ്ചി ചോദിച്ചിട്ടില്ല. മേ ബി കുറച്ച് കഴിഞ്ഞാൽ ചോക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ബാക്കി വീഡിയോസിലോട്ട് പോകാം. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് വേഗം പോയി പെരുന്നാൾ സ്കരിച്ചു. കാരണം നമ്മൾ ജസ്റ്റ് ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്തിട്ടാണ് തറവാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് പെരുന്നാൾ ആഘോഷിക്കാൻ. സോ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്യുള്ളൂ, ബാക്കി മേക്കപ്പ് അവിടെ പോയിട്ട് ചെയ്യാന്നാണ് മമ്മി. സോ ഇതോട്ട് ലിബാം ഇട്ട് പോവാം, നാട്ടുകാർ കാണുന്നതല്ലേ. ലിബാം മെനയിൽ പോവാം, ബാക്കി മേക്കപ്പ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്താന്നാണ് മമ്മി പറഞ്ഞത്. ഗൈസ്, ഇത് മമ്മീൻ്റെ ഫ്രണ്ടാണ്. മമ്മി പോവാന്ന് പറഞ്ഞിട്ടുള്ള വിഷമം. കൃത്യമായ റീസൺസ് ഉണ്ട്, കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ചെറിയ കളർ ഡിഫറൻസ് ഉള്ള ഞങ്ങളുടെ ഡ്രസ്സുകൾ തമ്മിൽ. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാക്ക് ചെയ്തു പോവുകയാണ്. ഇന്നലെ ഞാൻ വണ്ടി കഴിക്കിട്ട് തിളങ്ങുന്നു. സോ മേക്കപ്പ് ചെയ്തില്ലേ ഗൈസ്, ഇനി നിങ്ങൾക്ക് വേറൊരാളായിട്ട് ഇവിടെ കാണാം. അങ്ങനെ വീടൊക്കെ പൂട്ടി ഗേറ്റൊക്കെ തുറന്ന് വണ്ടിയൊക്കെ എടുത്ത് നമ്മളിതാ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഓളെ ഷോ ഗൈസ്, ഓളൊരു ബ്രാൻഡഡ് ബാഗ് മേടിച്ചതിൻ്റെ പൊലിവാണ്. നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണ്. കാരണം സാധാരണ നമ്മൾ തലേന്നാണ് തറവാട്ടിലോട്ട് പോകാറ്, ബട്ട് ഈ പ്രാവശ്യം നമ്മൾ മോർണിംഗ് പോകാമെന്ന് കരുതി. അതുകൊണ്ട് തന്നെ നമ്മളാണ് ഫുഡ് മേടിക്കാൻ പോയിരുന്നത്. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക ചെയ്തത്. ആൻഡ് സോ അതും കൂടി വാങ്ങിയിട്ട് വേണമായിരുന്നു നമുക്ക് പോകാൻ. എല്ലാവരും എത്തി ഫോട്ടോസൊക്കെ ഗ്രൂപ്പിൽ വരലൊടിയപ്പോഴാണ് നമ്മൾ എത്താറായത്. ആൻഡ് എത്തി ആദ്യം പോയി മുബാറക്കൊക്കെ പറഞ്ഞ് പെരുന്നാൾ പൈസ ഒക്കെ മേടിച്ചു. ആൻഡ് കൊടുന്ന ബിരിയാണി നമ്മൾ ചെമ്പിലോട്ട് തട്ടി. അതിനിടയിലേക്ക് ഈ പൊരിച്ചത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഇടയിൽ ഞാൻ തിന്നിട്ടേക്ക് ചീത്ത ഇട്ടു, അത് വേറെ കാര്യം. എനിവേസ് നമ്മളെ ചെമ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മളെ പ്രധാന പരിപാടി. ഇതില്ലാണ്ട് എന്താ ഗേൾസിനൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ അരമണിക്കൂർ മാറ്റിയിട്ട് ഒരു 4 ഫോട്ടോ നന്നായില്ലെങ്കിൽ നമ്മൾ അന്നത്തെ ഡേ മുഴുവൻ പോകും. എനിവേസ് എൻ്റെ ഫോട്ടോഗ്രാഫർ എന്നും എൻ്റെ അപ്പയാണ്. ആൻഡ് മൂപ്പരാൾ എസ്തെറ്റിക്സ് ഒക്കെ അറിഞ്ഞിട്ട് മതിലിൻ്റെ മുകളിലൊക്കെ കയറി എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തത്, അത് പൊരി വെയിലത്ത്. എനിവേസ് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡ്രസ്സ് ചോദിച്ചിട്ട് കുറേ പേര് ചോദിച്ചു, നിങ്ങൾ ട്വിന്നിങ് ആക്കിയതാണ്. ഒരിക്കലും ഇത് ട്വിന്നിങ് ആക്കിയല്ല, ഞാൻ ബാംഗ്ലൂരിലെ ടൈമിൽ ഞാൻ അറിയാതെ ഓർഡർ ചെയ്ത് പോയി. അതുകൊണ്ട് മാത്രം ഇത് ട്വിന്നിങ് ആയി വന്നതാണ്. പക്ഷെ കാണാനൊക്കെ ഞാൻ തന്നെ കേട്ടോ, വേറെ കാര്യം. നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. ആ വലുത് വന്നിട്ട് എനിക്ക് കണ്ണ് കാണില്ലായിരുന്നു. സോ ഞാൻ മുഖമൊക്കെ കഴുകി വൃത്തിയായി കണ്ണൊക്കെ ഒന്ന് റെഡി ആയിട്ടാണ് ഫുഡ് കഴിച്ചത്. ആൻഡ് ഫുഡ് വാസ് അമേസിങ്. കാരണം കുറേ കാലത്തിൻ്റെ ശേഷം ഒരു കോഴിയുടെ ബിരിയാണി കഴിക്കുന്നത്, അത് അടിപൊളിയായിരുന്നു. ഗൈസ്, എല്ലാവരും വിചാരിക്കുന്നത് ഞാനും മമ്മി ഒരുപോലെ എടുത്തതാണ്. നിങ്ങൾക്ക് ഞങ്ങൾ കളർ ഡിഫറൻസ് ഉണ്ട് അല്ലേ? എവിടെ ഡിഫറൻസ്? ഉമ്മ കുറച്ച് വെളുത്തതായതുകൊണ്ട് ഉമ്മക്ക് ആ കളർ നന്നായിട്ട് ചെയ്യും. അപ്പം എനിക്ക് ചേരാത്ത വേണ്ടി അമ്മക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് മാത്രം അല്ലേ? ഇഷ്ടല്ലേ? പിന്നെ അല്ലാതെ ബൈ വെച്ചാളെ. ഇന്ന് ഇനിയിപ്പോൾ മധുരത്തിൻ്റെ കാര്യം നോക്കാനില്ല. എൻ്റെ ഇളയമ്മ നല്ലൊരു ബേക്കറാണ്. സോ മൂപ്പരാൾ നല്ല പുഡിങ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാനതൊരു 2-3 ട്രിപ്പ് കഴിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് പെരുന്നാളാണ് ഗൈസ്. സോ നമ്മൾ കഴിക്കണം, പുതിയതൊക്കെ കഴിക്കണം. നാളെ വെച്ച് പോയി എന്ത് ചെയ്യും? ആൻഡ് ദിസ് ഈസ് മൈ ലാമി. ഡ്രസ്സൊക്കെ ഊരിയിട്ട്, കാരണം ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു. ആൻഡ് ഇതിൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ബട്ട് എൻ്റെ മേമ്മയ്ക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ ചെറുപ്പം മുതലേ നല്ല ഫ്രണ്ട്സാണ്. ഓൻ്റെ വീട്ടിൽ പോയി. ആൻഡ് അവിടെ നിന്ന് എനിക്ക് നല്ല സേമിയ പായസമൊക്കെ കിട്ടി. അതിന് ഓനറ്റ് 2-3 പറഞ്ഞ് ഓൻ്റെ അനിയത്തിയും ഓൻ്റെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പുറത്ത് പോകാൻ പ്ലാനിട്ട്. കണ്ണട വെച്ച് മെയിനാവെന്ന് വിചാരിക്കരുത്. എനിക്ക് കണ്ണിൽ ഡസ്റ്റ് കയറിയിട്ട് ഭയങ്കരമായിട്ട് വെള്ളം വരുന്ന കാരണം ഞാൻ ഒരു കണ്ണട എടുത്ത് വെച്ചു. ആൻഡ് ഇതൊന്നും പോകുമ്പോൾ നമുക്കൊരു കൃത്യമായ പ്ലാൻ ഇല്ലായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത്. സോ ഇതൊരു 5:45 നമ്മൾ പോകുന്നത്. ആൻഡ് നമ്മൾ പോയി ബീച്ചിലാണ് എത്തിയത് ലാസ്റ്റ്. ആൻഡ് ബീച്ചിൽ പെരുന്നാളായതുകൊണ്ട് ഇങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ബീച്ചിൽ ആരും ഉണ്ടാവില്ല വെച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ മറന്നു പോയിരുന്നു പെരുന്നാളാണ്. സോ മലപ്പുറത്തുള്ള എല്ലാ ജനങ്ങളും ആ ബീച്ചിലുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ആൻഡ് ഇവരിവിടെ കേസ്റ്റിൽ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു അമ്പലത്തിൻ്റെ ഫീലൊക്കെയാണ് വന്നൊരു പ്രതിഷ്ഠയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നു. എനിവേസ് എൻ്റെ ഉമ്മ അവർക്ക് ലൈറ്റ് അടിച്ച് സപ്പോർട്ട് ചെയ്യായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടാളാണ് 2 പെൺമക്കളുള്ളത്. അവർ പോയിട്ട് നമ്മളെ വയറ് നിറക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുന്നു. ആൻഡ് എനിക്കും തന്നു. പിന്നെ ലാമിനെ ഭയങ്കര മൂടോട്ടാണ്, എന്താ ഇവിടെ ഈ രാത്രി കാണാനുള്ളതെന്നുള്ള മൈൻഡിലാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുക ചെയ്തത്. അതെന്തായാലും അടിപൊളിയായിരുന്നു. പോകുന്ന റോഡ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പാട്ടൊക്കെ ഇട്ട് നല്ല ചില്ലായിട്ടാണ് പോയത്. ആൻഡ് പെരുന്നാൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.
അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.